നമ്മുടെ ടാഗ് ലൈൻ ഇറ്റ്സെൽഫ് ഇസ് കലിപ്പനും കാന്താരിയും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാന്താരി ആണോ ചോദിക്കുന്നില്ല, കലിപ്പുള്ള ആളാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ കലിപ്പാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിന് 21 തുളകളുണ്ട്. അതിന് 21 തുളയുണ്ടല്ലോ. എന്താ പ്രത്യേകത? എന്താ? സ്വർണം മേടിക്കാൻ നേരത്തെ 21 ക്യാരറ്റ് എന്ന് അവർ പരസ്യം ചെയ്യാറുണ്ട്. പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പാവപ്പെട്ടവൻ ഒരു അച്ചപ്പുണ്ടാക്കിയപ്പോൾ അതിന് 21 തുളയുണ്ടോ എണ്ണമുണ്ടോ? ഒരു അച്ചപ്പം തിന്നാൽ മതി, തുള എണ്ണേണ്ട ആവശ്യമില്ല. മോഡുലേഷൻ പോരാ. അതൊക്കെ എന്റെ വീട്ടിൽ കുറിഞ്ഞെ കണ്ടു പഠിക്കണം. ഇപ്പൊ പുള്ളിക്കാരി ദേഷ്യമാണെങ്കിൽ പുള്ളിക്കാരി പാലിന് വേണ്ടി വരുവാണെങ്കിലേ ഇത് പാൻ ഇന്ത്യൻ അച്ചപ്പമാണ്. ഓ പാൻ ഇന്ത്യൻ അച്ചപ്പാണ്. അതെ, അതെ. അതെന്താ? ഇത് ഏത് ഭാഷക്കാർ കടിച്ചാലും ഒരൊറ്റ ശബ്ദമേ വരുള്ളൂ, കറമുറ 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 കറമുറ. നല്ല പൂവമ്പഴം പോലത്തെ കൊച്ചാണല്ലോടി നീ. പറഞ്ഞു തീരേണ്ട താമസം. ഇന്നലെ മേടിച്ച പുതിയ ഫാൻ്റെ ഒരു ലീഫ് ഇളകി കൊച്ചിന്റെ കവളത്ത് കലോടി ഒരു ഒറ്റ പോക്ക. ചന്ദനം കടത്തുവാൻ കേരള അതിർത്തിയിൽ പോകണം നേരമായി. Once upon a time, once upon a time, once upon a time, once upon a time. അമൃത ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. സ്റ്റാൻഡപ്പ് കോമഡിയുടെ പുതുപുത്തൻ ഭാവങ്ങളുമായി വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും. നമ്മളുടെ ഒരു പുത്തൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കലിപ്പനും കാന്താരിയും തമ്മിലുള്ള ആ ഒരു ചൂടേറിയ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതൊന്നൊരു പൊടിക്ക് കൂടെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് നമുക്കൊരു മെന്റർ ഉണ്ട്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ഷോയുടെ നിറസാന്നിധ്യമായ കോമഡി കിങ് രമേശ് പിഷാരടി. ഇനി വെൽക്കം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോയിലെ സ്പെഷ്യൽ ഗസ്റ്റ്. ഷീസ് ജസ്റ്റ് ലൈക്ക് എ ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. നർത്തകിയും അഭിനേത്രിയും ഗായികയും ഹാസ്യകലാകാരിയും ഒക്കെയായ കൃഷ്ണപ്രഭ. വെൽക്കം ബാക്ക്. അതായത് നമ്മുടെ സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ് എന്ന കഴിഞ്ഞ ഒരു സീസൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത് അപ്പം അന്ന് നമ്മുടെ ഒപ്പം നമ്മുടെ കൃഷ്ണപ്രഭ ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ പുതിയ ഫോർമാറ്റ് സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നുണ്ട് തന്നല്ല. വൺസ് അപ്പോൺ എ ടൈം സീസൺ 1 മുതലാ, അന്ന് മുതലേ ഇതൊക്കെ നമ്മൾക്ക് ഒരു ഫാമിലി അല്ലേ? അപ്പൊ എങ്ങനെ പോയാലും കണ്ടേ പറ്റൂ. അപ്പോൾ ഓക്കെ, നമ്മുടെ ടാഗ് ലൈൻ ഇറ്റ്സെൽഫ് ഇസ് കലിപ്പനും കാന്താരിയും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാന്താരി ആണോ ചോദിക്കുന്നില്ല, കലിപ്പുള്ള ആളാണോ? ഞാനോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒന്നും പറയാൻ പറ്റുന്നില്ല. അല്ല, ഉള്ളിലുള്ള കാര്യമാണല്ലോ. അല്ല, എന്നാലും ഒരാളെ കാണുമ്പോ നമുക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താ തോന്നുന്നേ? ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ കലിപ്പാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കഴിവതും എപ്പോഴും ചിരിച്ച് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും അതെ, എപ്പോഴും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ്. പക്ഷെ പിന്നെ ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെടും. അപ്പൊ ദേഷ്യപ്പെടാത്ത ഒരാളുണ്ട്. അതാരത്? വിഷുവാ? ഒരിക്കലും ദേഷ്യപ്പെടാത്ത. ദേഷ്യപ്പെടില്ല, നല്ല ദേഷ്യം വരാറുണ്ട്. ഞാൻ ചീത്ത വിളിക്കാറില്ല എന്നുള്ളതുള്ളൂ. പക്ഷെ ദേഷ്യം വരാറില്ല, ദേഷ്യം പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. കണ്ടാ മനസ്സിലാവും ചിലപ്പോൾ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ പേരിട്ടിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫയർ ദേ ഹാവ്. ആ ഒരു കോമ്പറ്റീഷന്റെ സ്പിരിറ്റ് ആണ് നമ്മൾ ആ ഒരു കലിപ്പനും കാന്താരി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലൊരു വിഷയം നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം. ഞാൻ ഇതിന് മുൻപ് വന്നപ്പോഴാണേലും ഓരോ കണ്ടസ്റ്റന്റും കാന്താരികളായിട്ട് തന്നെയാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഓരോ എപ്പിസോഡും കാണുന്ന ആളുമാണ്. ഇവിടെ വരുന്നവരെല്ലാവരും കലിപ്പനും കാന്താരിയും എല്ലാവരും ആണ്. ഈ ഒരു പേര് അർത്ഥവത്താക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരുടെയും പെർഫോമൻസ്. അപ്പോൾ വീണ്ടും ഇത് ഇനിയും നമുക്ക് ഒരുപാട് നല്ല കലിപ്പന്മാരെയും കാന്താരികളെയൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് അവരോട് ആശംസിക്കുന്നു. അതുവഴി ഇത് ഒരുപാട്, ഈ പ്ലാറ്റ്ഫോം ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ്, അവസരങ്ങൾ അവർക്ക് കിട്ടാനായിട്ട് അവസരങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ്. അപ്പോൾ ഇനിയും അത് തുടരട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാ ക്രൂവിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികളാകുന്ന കലിപ്പന്റെയും കാന്താരിയുടെയും ഒരു ഫയർ ക്രാക്കിംഗ് പെർഫോമൻസിലേക്ക് കടക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. കൃഷ്ണപ്രഭു അല്ലേ? കൃഷ്ണപ്രഭ. അതെ തന്നെ. എന്താണ് ദുമ്മാന? അതെ. ഹലോ, സുമേഷ് പിഷാരടി. രമേശ്. അതെ, ഓക്കെ. എൻ്റെ പേര് അപ്പച്ചൻ.
അപ്പച്ചൻ ഞാൻ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നത്. എന്താണത്? ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. അയ്യോ, അത് ആരെങ്കിലും വേദനിക്കുന്ന ഞങ്ങൾക്ക് അത്ര സന്തോഷമല്ല. അല്ല, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ള അലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു പുതിയ സീസൺ തുടങ്ങിയെന്ന് അറിഞ്ഞു, അതെ കലിപ്പനും കാന്താരിയും. അതെ 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 അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് തരാൻ വേണ്ടിട്ട് വന്നതാണ്. എന്റെ പ്രൊഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്പോൺസറെ മാറ്റണം. മാറ്റിയിട്ട് എന്റെ സ്പോൺസർഷിപ്പ് വയ്ക്കണം. 916. നമ്മുടെ സ്പോൺസർഷിപ്പ് മാത്രമല്ല, സമ്മാനം കൊടുക്കലൊക്കെ സമ്മാനമൊക്കെ ഞാൻ കൊടുത്തോളാം, എല്ലാം ഞാൻ കൊടുത്തോളാം. ഓ, പിന്നെ ഈ കുട്ടി പേരെന്താ പറഞ്ഞത്? ഡയാന. അതെ, ഡയാനെ നമുക്ക് ബ്രാൻഡ് അംബാസഡർ ആക്കാം. പിന്നെ സുമേഷ് പിഷാരടി, രമേശ്. അതെ രമേശ് ഇടയ്ക്ക് എന്നോട് സഹകരിക്കണം. ഞങ്ങളുടെ പ്രോഡക്റ്റ് പിടിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം. കേരളത്തിൽ മൊത്തം ഒരു 1500 ഫ്ലെക്സ് വെക്കുന്നത്, അതിനകത്ത് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. കുഴപ്പമൊന്നുമില്ല അല്ലേ? കൃഷ്ണയ്ക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് സൈഡിൽ നിന്നോട്ടെ, നമ്മൾ രണ്ടുപേരും കൂടെ ആയിരിക്കും രണ്ടുപേരും കൂടെ നിൽക്കാം. ഒരു സൈഡിൽ നിന്നോട്ടെ. അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? പിന്നെ എനിക്ക് അവിടെ ഒരു സീറ്റ് വേണം. രമേശ് ഞാൻ ചെറിയ സീറ്റ് ഇരുന്നോണ്ട് ഞാൻ അവിടെ ഇരുന്നോളാം. അല്ല വേണ്ട, നിങ്ങൾ നമുക്കത് എന്താ പരിപാടി എന്നൊക്കെ അറിഞ്ഞാലേ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ചാനലുമായിട്ടും കൂടെ ഡിസ്കസ് ചെയ്യണം. എന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 916 ആണ്. അത് ഗോൾഡിനേക്കാൾ മേലെ, അതുക്കും മേലെ. എന്താ സംഭവം? എന്താ അത്? എന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പച്ചൻ ഉണ്ടാക്കുന്ന അച്ചപ്പം. അതെ, അച്ചപ്പം ഇനി മുതൽ ഇന്ത്യയിലും. അപ്പൊ ചേട്ടന് പുറത്തൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നു ഇതിനു മുൻപ്? ഇപ്പൊ ഇത് വേറെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെയാ? അതെ ആണല്ലേ? ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 21 തുളകളുണ്ട്. അത് ഗ്യാരണ്ടിയാ. അല്ല, അതിന് 21 തുളയുണ്ടല്ലോ. എന്നെ പ്രത്യേകത എന്താ? സ്വർണം മേടിക്കാൻ നേരത്തെ 21 ക്യാരറ്റ് എന്ന് അവർ പരസ്യം ചെയ്യാറുണ്ട്. പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പാവപ്പെട്ടവൻ ഒരു അച്ചപ്പം ഉണ്ടാക്കിയപ്പോൾ അതിന് 21 തുളയുണ്ടോ, എണ്ണ ഉണ്ടോ? അത് അച്ചപ്പം തിന്നാൽ മതി, തുള എണ്ണേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ISI മുദ്രയുള്ള സംഭവമാണ്. ISI മുദ്രയോ? അതെ അതെ. ഇതിൽ ISI മുദ്രയൊന്നും ഇല്ലല്ലോ. എന്റെ കൊച്ചെ, ഇതിനകത്ത് ISI മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോവില്ലേ? പിന്നെ ആരെങ്കിലും മേടിക്കുവോ? ഇത് വറുത്തെടുക്കുന്നതാണോ എന്നെ മുക്കി? അല്ല, ഇതിങ്ങനെ അച്ചപ്പം പോലെ ഉണ്ടാക്കിയിട്ട് കോഴിക്ക് അടവയ്ക്കാൻ കൊടുക്കും. അങ്ങനെ കോഴി അടവച്ച് വിരിച്ചെടുക്കുന്നതാണ്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ് അതൊക്കെ? ഇന്നൊക്കെ ബ്രാൻഡ് അംബാസഡർ ആക്കാൻ പോയി എന്നെ വേണം തന്നെ. ഇത് പാൻ ഇന്ത്യൻ അച്ചപ്പമാണ്. പാൻ ഇന്ത്യൻ അച്ചപ്പം. അതെ. അതെന്താ? ഇത് ഏത് ഭാഷക്കാർ കടിച്ചാലും ഒരൊറ്റ ശബ്ദമേ വരുള്ളൂ, കറമുറ കറമുറ കറമുറ. എന്തായാലും കൃഷ്ണപ്രഭ ഇരുന്നോളൂ, സീറ്റിലേക്ക് ഇരിക്കാം. ചേട്ടന്റെ സീറ്റിന്റെ കാര്യം ഇരിക്കുന്ന ആള് തീരുമാനിക്കും. എനിക്ക് സീറ്റില്ലേ? അങ്ങോട്ട് ഇരിക്കാം തൽക്കാലത്തേക്ക്. അവിടെ അവിടെ അവിടെ. ഓക്കെ, ഞാൻ എല്ലാ പരിപാടിയും കാണും കേട്ടോ. ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കലിപ്പനെയും കാന്താരിയും സ്വാഗതം ചെയ്യുന്നു. കലിപ്പൻ പ്രവീൺ ആൻഡ് കാന്താരി ഋതു. പ്രവീൺ, ഒരിക്കൽ കൂടി സ്വാഗതം ആൻഡ് ഹാർട്ടി വെൽക്കം അഗൈൻ. പ്രവീൺ നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. സീസൺ 2 വന്നിട്ടുള്ള ആളാണ് അല്ലേ? പിന്നെ ഋതു നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് മറ്റേ അല്ലേ പ്രൈവറ്റ് ബസ് കോമഡി ഒക്കെ പറഞ്ഞ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്ത ആളാണ്. അപ്പോൾ ഇന്നൊരു വേറിട്ടൊരു മത്സരത്തിന് തയ്യാറായി വന്നിരിക്കുകയാണ്. എന്താ, ഹൗ ഡു യു ഫീൽ? അടിച്ച് ജയിക്കണം. സീസൺ 2 ഒരു 1-on-1 കോമ്പറ്റീഷൻ ആയിരുന്നല്ലോ അല്ലേ? അതെ, കോമ്പറ്റീഷൻ ഏറെക്കുറെ ഇതും അതുപോലെ തന്നെയാണ്. ആണല്ലേ? അതെ, വിളിക്കണം. ശരി, അപ്പോ ഇവരിൽ ആരാണ് ആദ്യം മത്സരിക്കുക? അതൊരു ചോദ്യം തന്നെയാണ്. അപ്പൊ അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാരഡി സോങ് നമ്മുടെ കേശവ മാമൻ പാടുന്നു. അതിനെ ആസ്പദമാക്കിയിട്ടൊരു 3 ചോദ്യം ഞാനങ്ങ് ചോദിക്കും. ഉത്തരം പറയാൻ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം our very own കേശവൻ മാമൻ. നമസ്കാരം. ഓക്കെ, അപ്പൊ നമ്മുടെ പാരഡി സോങ്ങുമായിട്ട് റെഡി അല്ലേ? ഞാൻ റെഡിയാണ്. അപ്പം കേശവ മാമന്റെ പാരഡി സോങ്ങിൽ നിന്നുള്ള ചോദ്യത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം. ശ്രദ്ധിച്ചു കേട്ടോളൂ രണ്ടുപേരും. ഓക്കെ. മുള്ളിൽ വീണിരുന്നാലും മുള്ളു ചെന്ന് ഇലയിൽ വീണിരുന്നാലും ഈ പഴഞ്ചൊല്ല് കേട്ടവർക്കറിയാം. ഇലക്കാണ് കേടന്ന് ചന്ദനം കടത്തുവാൻ കേരള
കളറിൽ ചന്ദനമുട്ടി ഇഷ്ടം പോലെയുണ്ടടാ. പുഷ്പേലന്ന് അല്ലു അർജുൻ വെട്ടിക്കൊണ്ടുപോയതാ. അന്നു മുതൽ എനിക്കൊരു മോഹം മാത്രം, എങ്ങനേലും ചന്ദനത്തിൻ മുട്ടി കട്ടുകാടത്താൻ. നല്ല വിലക്കെവിടേലും കൊണ്ടുചെന്നു കൊടുക്കാൻ എന്നെ കൂടി കൂട്ടുമോ, എന്നെ കൂടി കൂട്ടുമോ? ചന്ദനം കടത്തുവാൻ കേരള അതിർത്തിയിൽ പോകുവാൻ നേരമായി. പിന്നാലെ ഒരു വണ്ടി പോലീസിൻ കയ്യിലടി, അതുകൊണ്ട് തല്ലിയ മൂത്രം പോകുമെടി. അതിനടുത്തു മറുവണ്ടി, അതിൽ നിറച്ച് ഒലക്കയടി. ഫോറസ്റ്റുകാരും പിടിച്ചിടിക്കുമെടി. അവരുലക്ക കുരുട്ടും അത് ഉറപ്പാ, എന്നെ ചവിട്ടിക്കൂട്ടും അത് ഷുവറാ. ഞാൻ പിടുത്തം കൊടുത്തിരുന്നൽ പൂജപ്പുരയിലെന്ന് 6ാം സെല്ലിൽ കിടക്കുമെടി. എല്ലാവരും പറയും പോലീസ് പുല്ല, ഡയലോഗ് അടിക്കാൻ എളുപ്പത്തിൽ കഴിയും. കള്ളക്കേസിലെങ്ങാൻ ചെന്നുപെട്ടു കഴിഞ്ഞാൽ കട്ടപ്പുകയാണടി, മൊത്തം കട്ടപ്പുകയാണടി. ചന്ദനം കടത്തുവാൻ കേരള അതിർത്തിയിൽ പോകണം നേരമായി. കാതറിൻ്റെ അളിയൻ്റെ ഫാദറിൻ്റെ ഇപ്പോഴത്തെ ജോലിയാ, ഹോബിയാ. അപ്പൊ പാട്ടൊക്കെ നല്ല കൃത്യമായിട്ട് കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പാട്ടിന്റെ വരികളിൽ നിന്നാണ് ചോദ്യങ്ങളെല്ലാം തന്നെ. പിന്നെ അത് കേൾക്കാണ്ടിരിക്കൂല, എന്തായാലും കേട്ടിട്ടില്ല. അത് കേട്ടിട്ടുണ്ട്. ശരി, 3 ചോദ്യങ്ങളാണ് കയ്യിലുള്ളത്. ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ നൽകുന്ന ആളായിരിക്കും ആദ്യം പെർഫോം ചെയ്യുന്നത്. കറിയുള്ള കാര്യമാണ് അതൊക്കെ. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. ചന്ദനം കടത്തൽ ആരുടെ ഹോബിയും ജോലിയുമാണ്? ചേട്ടായി പറഞ്ഞു. ഓഹോ, കേരള അത് കൊള്ളാലോ. അല്ലേ? അതെ, അതായത് ആരുടെ ജോലിയും ഹോബിയുമാണ് ചന്ദനം കടത്തൽ? ചന്ദനം കടത്തുവാൻ കേരള അതിർത്തിയിൽ അതൊക്കെ ശരി, അവിടം വരെ ഓക്കെ. ആരാ കഥാനായകൻ? ആരാ? ഹോബി ആരുടെയാണ് ശരിക്കും അത്? ഇതാണോ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞേ? ഋതു, ഹോബി ആരാണ് എന്താ ഉള്ളത്? ആദ്യം തന്നെ ചേട്ടനങ്ങ് ഇട്ട് കൊടുത്തേ, ഒന്ന് ട്രൈ ചെയ്തേ. ഹോബിയാ. ബോബി. ബോബി ഒരു പാട്ട് ശ്രദ്ധിച്ചില്ലേ ഇവര്? അയ്യേ, ഷെയിം 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 ഷെയിം. ഓക്കെ, അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്ക് അറിയില്ല? ഇല്ല. സാറിനറിയോ? ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് കാദർ എന്ന് കേട്ടു. കാദർ ഖാദർ. കാദർ ഖാദർ. സാധാരണ ആരായിട്ട് വരും? കാദറിന്റെ അളിയൻ എന്നാ പറഞ്ഞത്. അടിപൊളി. സ്പോൺസർ കൊള്ളാലോ. സ്റ്റാൻഡപ്പ് ട്രൈ ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ സമ്മാനം തരാൻ വേണ്ടി വന്നാണല്ലോ. പിന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു അച്ഛമ്മ ഇപ്പൊ തന്നെ ഞാൻ കൊടുക്കാൻ പറ്റിയില്ല. വലിയ സമ്മാനമാണല്ലോ. ഓക്കെ, അപ്പോ രണ്ടുപേർക്കും വട്ടപ്പൂജ്യം. വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം. ഓ, ഫോറസ്റ്റ് വണ്ടി നിറയെ എന്തായിരുന്നു? ഫോറസ്റ്റ് വണ്ടി നിറയെ എന്തായിരുന്നു? മറ്റേ ഇത് ഏത്? ചന്ദനത്തടി അല്ലേ? ഫോറസ്റ്റിന്റെ വണ്ടി എന്ന് പറയുന്നത് സ്പിരിറ്റ് ആണോ? സ്പിരിറ്റ്. അതിനടുത്ത് മറുവണ്ടി, വണ്ടിയില് നാന നീനെന്നെയാണ് ഈ സാധനം. ഇവരാണ് ഇനി 5 മിനിറ്റ് ഓർത്ത് സ്റ്റാൻഡപ്പ് പറയാൻ പോകുന്നത്. അതെ. അല്ല, ഇതിപ്പോ എന്റെ അച്ഛപ്പൻ ചെലവാവില്ലല്ലോ. എന്റെ അച്ഛപ്പൻ മുഴുവൻ ഫ്രീ ആവില്ല, Oh ചെലവാവില്ലല്ലോ. ഇത് തണുത്തു പോകട്ടോ. നിങ്ങളിത് ഒന്ന് പറയ്, ഇല്ലെങ്കിൽ ഞാൻ നല്ല ഓലക്കൊക്കെ ഓപ്ഷൻ അടിക്കും. കൊടുത്താലോ? ഓപ്ഷൻ കൊടുത്താലോ? എന്നാ പറയാ? ഓപ്ഷൻ കൊടുത്താലോ? 3 ഓപ്ഷൻ കൊടുത്തേ. ഓക്കെ, സെറ്റ്. ചൂലി, ചൂല്, കമ്പിപ്പാര, കമ്പിപ്പാര, ഒലക്ക. ഒലക്ക. കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ് ഋതു, അടിപൊളി. ഫൈനലി ഒരു ചോദ്യത്തിന് ഉത്തരം തന്നിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി 3ാമത്തെ ചോദ്യം. ഓ, എത്രാം നമ്പർ സെല്ലിലാണ് കിടക്കേണ്ടി വരുന്നത്? 6ാം നമ്പർ. 6ാം നമ്പർ കറക്റ്റ് ഉത്തരം. പൊളിച്ച്. വാട്ട് ഇസ് ദിസ് പ്രവീൺ? സോറി, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലേ? അതിന്റെ ഉത്തരം എനിക്കറിയായിരുന്നു. അതിന്റെ ഉത്തരം സാർ ഒരു അച്ചപ്പം. ഞാനല്ല, ഞാൻ കിടന്ന സ്ഥലല്ല, എനിക്കറിയാം.
അച്ചപ്പൻ തരാട്ടാ മോളെ, ഓക്കെയാണ്, റെഡിയാണ്. അങ്കിളുടെ അടുത്ത് വന്നാൽ മതി. അപ്പച്ചന്റെ തണുത്ത അച്ചപ്പത്തിനുള്ള യോഗം നോക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പച്ചന്റെ ആ തണുത്ത അച്ചപ്പം പോലെ ആയിരിക്കില്ല കുട്ടിയുടെ പെർഫോമൻസ്. നല്ല അടിപൊളിയായിരിക്കും, പൊളിക്കും, അത്രേ ഉള്ളൂ. അപ്പോ ഋതു, ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഋതു, തൊടുപുഴക്കാരെയാണ്. ഞാൻ ഇന്നോട് പറയുമ്പോൾ ഒന്ന് എൻ്റെ വീട്ടിലെ 2 VIP-കളെ കുറിച്ചാണ്. ഒന്ന് പട്ടിസാറും ഒന്ന് പൂച്ചസാറും. ഞാൻ പണ്ട് സ്കൂളിലോട്ട് വരുന്ന വഴിക്ക് പെട്ടെന്നൊരു ശബ്ദം. നിങ്ങൾ ആരെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? നോക്കിയപ്പോണ്ടല്ലോ ഒരു കുഞ്ഞി പൂച്ചിക്കുഞ്ഞ്. ഞാൻ അതിനെയും ചൂണ്ടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് ചെന്ന വഴിക്ക് ഇതാണ്ട മുറ്റത്ത് നിൽക്കുന്നു വീട്ടിലെ പോരാളി. അപ്പൊ അമ്മ പറയാ, ഇതിനൊന്നും ഇവിടെ വേണ്ട, ഇവിടെ ഞാൻ ഇതിനെ കയറ്റത്തില്ല, എവിടെ നിന്നോണം കിട്ടി അങ്ങോട്ടേക്ക് കൊണ്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇത് കണ്ട കൂട്ടിലെ കൈസർ. ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു ബടൻ എന്നാ മറ്റൊരു നോട്ടോ. അമ്മ പയ്യെ വന്ന് ചെമ്പരത്തിയുടെ അടുത്ത് കമ്പ് ഒടിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പയ്യെ പൂച്ചക്കുഞ്ഞ് നിലത്ത് വെച്ചിട്ട് ഞാൻ പയ്യെ പുറകോട്ട് ഓടി, പൂച്ച കയറി അകത്തേക്ക് ഓടി. പിന്നെ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഞാൻ കേൾക്കുന്നത്, ചച്ചടൂ അമ്മയുടെ മുത്തേ. ഞാനിത് കേട്ട് ഇതെന്താ പതിവില്ലാതെ അമ്മയ്ക്കൊരു സ്നേഹം. എന്താ അമ്മേ, എന്നെ വിളിച്ചോ? ആര് നിന്നെ ആരെ വിളിച്ചത്? ഞാൻ എന്റെ കുഞ്ഞിനെയാണ് വിളിച്ചത്. അപ്പൻ ഇന്നലെ വന്ന പൂജ അമ്മയുടെ മടിയിൽ എനിക്കുള്ള പാലം കുടിച്ചിട്ടിരിക്കുന്നു. പുതിയ അന്ത്യവാസിയുടെ വരോടുകൂടി വീട്ടിലെ പട്ടിസാറിന് തീരെ അങ്ങ് പിടിച്ചില്ല. നല്ല നാടൻ പൂച്ച, നാടായി നാട് കൂടെ ഞാൻ കറങ്ങാൻ ഇറങ്ങും. എന്നെയൊക്കെ വഴി വെച്ച് കണ്ടാണ്ടല്ലോ, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല. വാലും പൊക്കി പിടിച്ച് ക്യാറ്റ് വാക്കിന് പോകുന്ന പോലെ ആറ്റിറ്റ്യൂഡ് ഇട്ടൊരു പോക്കാണ് പുള്ളിക്കാരി. അതൊക്കെ നമ്മുടെ കൈസർ സാറ്. ഞാനൊക്കെ വരുന്നത് നോക്കി എനിക്ക് കാണത്തില്ലായിരിക്കില്ലേ, പാലാട്ടിലാണ് പുള്ളിക്കാര്. നന്ദിയാണ് രമേശ് ചേട്ടാ മെയിൻ. പിന്നെ ഈ പൂച്ചസാറിനും പട്ടിസാറിനും ചില പ്രത്യേക തരം മെയിൻ ഹോബികളുണ്ടേ. അപ്പൊ നമുക്ക് പൂച്ചസാറിന്റെ മെയിൻ ഹോബികൾ, പുള്ളിക്കാരുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മുറ്റത്ത് ഗോതമ്പ് അരി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് കയറി കിടന്നുറങ്ങുക, എന്നിട്ട് അത് വരുത്തുക, എന്നിട്ട് അടുത്ത വീട്ടിൽ പോയി മീൻ കക്കുക, എന്നിട്ട് ആ വീട്ടിലെ മുതലാളിയുടെ ബൈക്ക് സീറ്റ് അങ്ങ് മാന്തി പറിക്കുക. അത് മാത്രമല്ല, ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത ഓന്ത്, പക്ഷി ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളെ തട്ടിക്കളിക്കുക, കൊന്നുകൊണ്ടുവന്ന് തിന്നയിലിടുക. അത് മാത്രമല്ല, വിഷമുള്ള പാമ്പിനെ വരെ കട്ടിലടി കൊണ്ടുവിടുകയാണ് നമ്മൾ അറിയുന്നത്. പട്ടിസാറും അത്ര മോശമൊന്നും അല്ല കേട്ടോ. മുറ്റം നീളെ അങ്ങ് കുഴി ഉണ്ടാക്കുക, എന്നിട്ട് ആ കുഴി കയറി കിടക്കുക. ഈ കുഴി പറമ്പിലുണ്ടാക്കുമായിരുന്നു, വല്ല വാഴ നട്ടു വെക്കായിരുന്നു. പിന്നെ ചെരുപ്പ് പുള്ളിയുടെ കൈ കിട്ടിയ പിന്നെ ഉണ്ടല്ലോ, നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മുറ്റത്ത് നോക്കുമായിരുന്നേ. നോക്കിയപ്പോ പരിചയമില്ലാത്തൊരു ജോഡി ചെരുപ്പ്. കൈസർ നോക്കിയപ്പോ ആ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. പുള്ളി ഡീസന്റ് ആണേ. മാധവൻ കട്ടതൊന്നും ചേക്കിന്ന് പറഞ്ഞ് വിട്ടുപോകില്ലെന്ന് പറഞ്ഞോലേ, അടുത്ത വീട്ടിലെ ചെരുപ്പ് ഇവിടെയും കാണും, ഇവിടുത്തെ ചെരുപ്പ് അല്ല അടുത്ത പറമ്പിലോ അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിലോ കാണും. അങ്ങനെ ഇരിക്കെ ഞാനിവിടെ കൺസെപ്റ്റിന്റെ ടൈമിൽ ഗ്രൂമിങ്ങിന് വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ റൂമേഴ്സ് പറഞ്ഞു, രമേശ് ചേട്ടാ മോഡുലേഷൻ പോരാ. അതൊക്കെ എന്റെ വീട്ടിൽ കുറിഞ്ഞെ കണ്ടു പഠിക്കണം. കുറിഞ്ഞ് കരയുന്നുണ്ടല്ലോ, ഓരോരോ മോഡുലേഷനാ. ഇപ്പൊ പുള്ളിക്കാരി ദേഷ്യമാണെങ്കിൽ പുള്ളിക്കാരി പാലിന് വേണ്ടി വരുവാണെങ്കിലേ ഈ മോഡുലേഷനാണ് പുള്ളിക്കാരിക്ക്. അങ്ങനെ ഇരിക്കെ എനിക്ക് വലിയൊരു മോഹം, ഒരു പേർഷ്യൻ ക്യാറ്റിനെ മേടിക്കാനായിട്ട്. ഞാൻ പേർഷ്യൻ ക്യാറ്റിനെ മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. ക്യൂട്ട്നെസ് കുറച്ച് കൂടുതലായോണ്ട് അമ്മ 2 കൈ നീട്ടി പുള്ളിക്കാരെ സ്വീകരിച്ചു. പിറ്റേ ദിവസം മുതലേ സന്ദർശകരായി. ഇതേതാ ഫോറിൻ മദാം എന്ന ലുക്കിലെ നാട്ടിലെ പ്രധാനികളായ കണ്ടംപൂച്ച വരെ മുന്നിൽ ക്യൂ ആയി. ഞാൻ ആദ്യമായിട്ട് ക്യൂ ആണെന്നതേ നമ്മുടെ ബിവറേജിന് മുന്നില. പിന്നെ കണ്ടംപൂച്ചകൾക്കിടയിൽ സംസാര വിഷയമായി, ഈ പേർഷ്യക്കാരെ വളയ്ക്കാൻ ഏത് ഭാഷ പഠിക്കേണ്ടി വരും? സ്പോക്കൺ ഇംഗ്ലീഷിൽ പോയിട്ട് വരുമോ? അവർക്ക് തമ്മിൽ ആകെ ഒരു ഡിസ്കഷനായി. ഇനി ഏകാന്ത ചന്ദ്രികേ പാടി വളയ്ക്കേണ്ടി വരുമോന്ന്. അങ്ങനെ ഇരിക്കെ നാടൻ പൂച്ചയോട് കൂട്ടുകൂടിയ പേർഷ്യൻകാരി ആകെ അങ്ങ് വഴിതെറ്റി പോകാൻ തോന്നി. ഒരു ഡിങ്കോൾഫിക്ക് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ പേർഷ്യക്കാരിക്ക് വേണ്ടി ഒരു പേർഷ്യൻ സായിപ്പിനെ കണ്ടെത്താൻ തീരുമാനിച്ചു. അപ്പൊ അമ്മ കുറച്ച് കണ്ടീഷൻസ് എടുത്തുവാണേ. നല്ല പാലിന്റെ കളറായിരിക്കണം, നല്ല പൂച്ചക്കണ്ണായിരിക്കണം, പിന്നെ നല്ല നീളവും വലിപ്പം ഉണ്ടായിരിക്കണം. പാലിനാട്ടോ ഉദ്ദേശിച്ചേ. അങ്ങനെ ഒരു പേർഷ്യൻ സായിപ്പിനെ പുള്ളിക്കാരിക്ക് വേണ്ടി കണ്ടെത്തി. അങ്ങനെ ഞാൻ ക്യൂട്ടീനെ ആയിട്ട് കൊണ്ടാക്കി കഴിഞ്ഞ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാലോ. അവരമ്മ ഡിങ്കോൾഫിയായി, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു, കാര്യമൊക്കെ സാധിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യൂട്ടി വിശേഷം അറിയിച്ചു. അങ്ങനെ ഇരിക്കെ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് ക്യൂട്ടീനെ കൂട്ടി പോയി. ക്യൂട്ടീനെ പോയി കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറയാ, ഋതു കൺഗ്രാജുലേഷൻസ്, ട്രിപ്ലറ്റ്സ് ആണ്. ഞാൻ ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് റീൽസിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, വെയിറ്റിംഗ് ഫോർ ന്യൂ ബേബീസ്. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആശംസകളുടെ പ്രവാഹമായിരുന്നു. എന്നാന്നറിയാമോ? ഒരു ലോഡ് കൺഗ്രാജുലേഷൻസ്. അടുത്തത് റെസ്റ്റ് ചെയ്യണം, ഓടരുത്, ചാടരുത്, ബൈക്കിൽ സഞ്ചരിക്കരുത്, ബസ്സിന്റെ ഫ്രണ്ട് സീറ്റ് ഇരിക്കരുത്, എരിവുള്ള ആഹാരം കഴിക്കരുത്. ഇതൊക്കെ ഞാൻ ഇവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ പറ.
അങ്ങനെ കുഞ്ഞുങ്ങളുടെ വരവായി. കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫോറിൻ സായിപ്പിന്റെ കട്ടൊന്നുമില്ല, എന്തോ ചരി നടന്നിട്ടുണ്ട്. അതെന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഋതു, പൂച്ച സാറും പട്ടി സാറും വീട്ടിൽ നിന്ന് എന്നെ കഥ കൊണ്ടുവന്നേക്കോ അല്ലേ? അതെ. ഈ പറഞ്ഞ സംഗതികളൊക്കെ നടന്നതാണോ? അങ്ങനെ എന്തേലും? അത് നടന്നതാ. ആഹാ, നൈസ്. ഓൾറെഡി ഒരു വലിയ പെറ്റ് ലവർ ആണ് കേട്ടോ. വീട്ടില് പേർഷ്യൻ കാറ്റ് ഉണ്ടോ തന്റെ വീട്ടില്? ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? പറഞ്ഞാണോ സംശയം? പറഞ്ഞാണല്ലേ? എന്നാലും ഒന്നുകൂടെ പറഞ്ഞോളൂ. എത്ര എണ്ണം ഉണ്ട് തന്റെ വീട്ടില് പേർഷ്യൻ കാറ്റ്? ഇപ്പൊ 8 എണ്ണേ ഉള്ളൂ. 8 എണ്ണം ഉണ്ട്. ഇപ്പൊ 8 എണ്ണം ഉണ്ട്. പൂച്ചയുണ്ട്, 4 പട്ടിയുണ്ട്. 4 പട്ടി 8 പൂച്ചയുണ്ട് നിങ്ങളുടെ വീട്ടില്. അമ്മ തന്നെയാണ് ഇതിനെയൊക്കെ നോക്കുന്നത്? അമ്മയും ഞാനും രണ്ടുപേരും നോക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അത്യാവശ്യം നല്ല ഒരു വിഷയമായിരുന്നു. എനിക്ക് ചില സ്ഥലങ്ങളിൽ ചില പിള്ളേർ കഥ പറയുന്ന പോലെ തോന്നി. പണ്ട് എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു. പൂച്ചമ്മ രാവിലെ പാല് കുടിക്കും. പാല് കുടിച്ച ശേഷം ഈ പൂച്ചമ്മ മുറ്റത്തേക്ക് ഇറങ്ങുന്ന പൂച്ച അവിടെ മുഴുവൻ അങ്ങനെ ഒരു ട്യൂണിങ്ങും അങ്ങനെ ഒരു കഥയും ചില ഒരു ജോക്കില്ലാത്ത സ്റ്റേറ്റ്മെന്റുകളുണ്ടല്ലോ. രാവിലെ തന്നെ ഇറങ്ങും, എന്നിട്ട് ഈ പൂച്ച മുറ്റത്തോട് നടക്കും, അതിലേ പോവും ഇതിലേ പോവും, എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ മീൻ കട്ടെടുക്കും, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ ആ പൂച്ച ഇതിനകത്ത് കോമഡി ഒന്നെങ്കിൽ ഇതിന്റെ ഒരു റിലേറ്റിവിറ്റി വെച്ച് നമുക്ക് ചിരി വരണം, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം അതിനകത്തുണ്ടാകണം. ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ, കുറച്ച് സ്റ്റേറ്റ്മെന്റുകളായിരുന്നു. ഇത് അവിടുന്ന് പോവും, അവിടെ പോവും, എടുത്തോണ്ട് വരും, കിട്ടും എന്നൊക്കെ ഉള്ളത്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് നർമ്മം ഉണ്ടാക്കാവുന്ന സ്ഥലങ്ങൾ, ഇപ്പം ഈ വെയിറ്റിംഗ് ഫോർ ബേബീസ് എന്നുള്ള കമന്റ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഓടിച്ചിട്ട് പറയുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ തന്നെ എനിക്കൊരു കമന്റ് വന്നു, ബസ്സിന്റെ ഫ്രണ്ടിൽ ഇരിക്കരുത്, ബൈക്കിന്റെ പുറകിൽ കയറരുത്, മറ്റൊരു ഈ സാധനം നിങ്ങൾക്ക് ഒന്ന് വരിപ്പിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ഇത് ചെയ്യണമെന്ന്. ഇത് എന്നിട്ട് നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടി, ആരാ ഇതിന്റെ പിന്നിൽ നിന്നൊരു അമ്മായി ചോദിച്ചു, ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ച് ഇത് പറഞ്ഞു അങ്ങനെ അവസാനം പ്രസവിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ചില ബിൽഡപ്പ് വന്നിരുന്നെങ്കിൽ നന്നാകുന്ന തമാശകൾക്ക് ബിൽഡപ്പ് ഇല്ലാതെ പോയി. നല്ല കുറച്ച് സ്പീഡ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഈ വിഷയത്തോട് നിങ്ങളൊരു പെറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇൻറ്റിമസി ഉണ്ട്. നിങ്ങൾക്ക് ഇതിനൊക്കെ വിഷ്വൽ കാണാനും ഈ വിഷയങ്ങളെല്ലാം പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും രസമൊക്കെ ഉണ്ട്. അതിന് ആ പൂച്ച വരുന്നതും പട്ടി വരുന്നതും പട്ടി പോയി മിണ്ടുന്നതും പൂച്ച കിണയെ കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ട് നിങ്ങൾക്ക് അതിനൊരു സുഖമുണ്ട്. പക്ഷെ ഒരു തുള്ളിക്ക് തമാശ കുറവുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയം തോന്നി. തന്റെ പൂച്ചയുടെ ശബ്ദം വളരെ നന്നായിരിക്കുന്നു. അതേറ്റു, പൂച്ചയുടെ ശബ്ദം ഏറ്റു. ചില പൂച്ചയും പട്ടിയൊക്കെ കേൾക്കും. ഞാനൊരു പട്ടി ഒരു ദിവസം നടന്നു പോകുമ്പോൾ അതിന്റെ അടുത്തുകൊണ്ട് വണ്ടി ഒതുക്കി. പട്ടി ഇങ്ങനെ റോട്ടിൽ കൂടെ എങ്ങോട്ടാ പോകുന്നുള്ളൂ. ഞാൻ വണ്ടി നോക്കിയിട്ട് പോടാ തിരിച്ചു പോടാ, പുള്ളി ഒന്ന് നോക്കിയിട്ട് തിരിച്ചു ഒറ്റ പോക്ക്. ഒരു കാര്യമില്ല, നമ്മൾ പറഞ്ഞ അതുപോലെ അനുസരിക്കുന്ന പൂച്ചയും പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിരുന്നു. ഋതു, എന്തോ ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ. എനിക്ക് ഋതുവിന്റെ ഇവിടെ പേര് വിളിച്ചപ്പോ മുതൽ ഈ പാട്ടിങ്ങനെ പാടാനായിട്ട് ഇങ്ങനെ നാവിൻതുമ്പത്ത് നിൽക്കായിരുന്നു. പിന്നെ തൊടുപുഴയിൽ എവിടെ വീട്? തഴയന്താനി അല്ല. ഞാൻ എന്ന് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഒരു തൊടുപുഴക്കാരിയാണ്. ആസിഫ് അലിയുടെ വീടിന്റെ അടുത്ത ഏകദേശം. ഓ അത് ശരി. അമ്മ തൊടുപുഴ മണക്കാടാണ്. അപ്പോൾ തൊടുപുഴ എന്ന് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊരു എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് തോന്നി. പിന്നെ എടുത്ത സബ്ജക്റ്റ് നല്ല രസമുണ്ടായിരുന്നു. ഞാനും പ്രത്യേകിച്ചൊരു പെറ്റ് ലവറാണ്, പ്രത്യേകിച്ചൊരു പൂച്ച പ്രേമിയാണ് ഞാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞങ്ങള് ആദ്യം ഇവിടെ തൃക്കാക്കര എന്ന് പറഞ്ഞ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ 10 പൂച്ച ഉണ്ടായിരുന്നു. അതിനെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് എനിക്ക് പൂച്ചയുടെ വീട്ടിൽ ഇവര് താമസിക്കുമായിരുന്നു. ശരിയാണ്, ആയിരുന്നു. അതിന്റെ തലമുറകളായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മൂത്ത പൂച്ച, മുത്തിപ്പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരിട്ടിട്ടുണ്ട്. ഉരുണ്ട പൂച്ച ഉണ്ടൻ, പിന്നെ നല്ല സുന്ദരിയായിട്ടുള്ള പൂച്ച സുന്ദരി, അങ്ങനെ. പിന്നെ എങ്ങനെയോ ക്രോസ് ചെയ്തൊരു പഞ്ഞി, നമ്മളുടെ ഈ പേർഷ്യൻ ക്യാറ്റിന്റെ പോലെ ഒരു പഞ്ഞിയായിട്ടുള്ള ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ പഞ്ഞിക്കട്ടാന്ന് വിളിച്ചിരുന്നത്. പൂച്ചയായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആണ് ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. അതിൻ്റെ ഒരു സങ്കടം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും, അതുങ്ങളുടെയൊക്കെ ശാപം ഉണ്ടാവും എന്ന് പറയും. ഇപ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒന്നാമത് ടെൻഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇത് എവിടെ തുടങ്ങണം, ഇത് എവിടെ നിർത്തണം, എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നുള്ളൊരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നതും. പിന്നെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഹ്യൂമറും കൂടി കുറച്ചൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊന്ന് വലിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ
നല്ല നമുക്കൊരു കൗതുകം ചിലപ്പോൾ പിഷു നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരു പെറ്റ് ലവേഴ്സ് ആയതുകൊണ്ട് നമുക്കൊക്കെ കുറച്ചുകൂടെ ഈസിലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്ങനെ മൈൻഡിൽ നമ്മളുടെ ഇങ്ങനെ ഒരു വിഷ്വൽ ചെയ്ത് വരുന്ന ഒരു സബ്ജക്റ്റാണിത്. പക്ഷേ കുറച്ചുകൂടെ ഹ്യൂമറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണേ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിക്കാൻ വേണ്ടി കാണുന്ന പെറ്റ്സിന്റെ റീൽസ് ആണ് അല്ലേ? കൂടുതൽ കാണുന്നുണ്ട് ഈ പെറ്റ്സിനെ തന്നെ ഡബ് ചെയ്തിട്ടൊക്കെ കുറെ കാണുന്നുണ്ട്. രശ്മിക മന്ദാന ജിമ്മിൽ പോണതൊക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. പെറ്റവറാണ്. എന്നാലും ഒരു ദിവസം ഇരുന്ന് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നതിന് ഞാൻ നോക്കുമ്പോൾ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഞാനടുത്ത് പുള്ളി ശരീരം നന്നാക്കാൻ വേണ്ടി എന്തോ നോക്കുമ്പോ രശ്മിക മന്ദാന ജിമ്മിൽ വലിയ കട്ട എടുക്കുന്നത് ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നുണ്ട് പുള്ളി. ഓക്കെ, അത് കേശവ മാമന്റെ കാര്യം. പക്ഷെ നമ്മള് ഭൂരിഭാഗം ആൾക്കാരും അല്ലെ നന്നായിട്ട് എഡിറ്റഡ് വേർഷൻസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. അതെ അതെ, ഒത്തിരി ഉണ്ട് റീൽസ് ഒക്കെ. അപ്പൊ അതിലൊക്കെ ഒത്തിരി ഹ്യൂമർ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടി ആയിരുന്നു. കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതേപോലെ തന്നെ പെറ്റ്സിന്റെ കുറെ നല്ല സ്റ്റോറീസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ കാത്തിരിക്കും. അപ്പോൾ അതില് ഹ്യൂമർ വേണം, ഹ്യൂമർ കിട്ടാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. കുറച്ചുകൂടി ഒന്ന് ഹോംവർക്ക് ചെയ്ത് കുറച്ച് ഹ്യൂമർ ആഡ് ചെയ്ത് സ്പോൺസറുണ്ട് ഇവിടെ. സ്പോൺസറെ, എന്റെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ട്. എന്റെ വീടിന്റെ ടെറസിന്റെ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചകളുടെ ഓയോ ഹോട്ടലാണ്. എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ തന്നെയാണ് അവരുടെ ഹോസ്പിറ്റലും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഈ പൂച്ചയുടെ ഒരു സംഭവം പറഞ്ഞില്ലേ, മീനൊക്കെ കട്ടുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ ഒരു കോമഡി വാങ്ങി കേറ്റാമായിരുന്നു. ഈ പൂച്ചയുടെ അടുത്ത് മോള് പറയുന്നു, മോളെ നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എലീനെ പിടിക്കുക എന്നുള്ളതാണ്. എലീനെ പിടിക്കണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു. അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മോളിങ്ങനെ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് കറുമുറ 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 എന്നൊരു ഒച്ച. അപ്പൊ മോള് ഓടിച്ചെല്ലുന്നു, ടോർച്ചടിച്ച് നോക്കുമ്പോ എന്താ, എലി പൂച്ച അച്ചപ്പൻ ചേട്ടന്റെ അച്ചപ്പൻ നിന്നോണ്ടിരിക്കുന്നു. കറുമുറ കറുമുറ അല്ലേ? അതങ്ങനെ ചെയ്യാൻ അല്ല, അത് ഞങ്ങൾ കട്ട് ചെയ്ത് കളയും. അങ്ങനെ അതിന് ഇടവഴി ഒരു പ്രൊമോഷൻ കയറ്റി വിടാൻ പറ്റില്ല. നിങ്ങൾ കൺഫേം ചെയ്യാണ്ട് നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അച്ചപ്പൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്? വേണമെങ്കിൽ ഒരു കോമഡി ആ വഴിക്ക് കേറ്റാമായിരുന്നു. കോമഡി വരെ ഓക്കെയാണ്. പക്ഷെ അച്ചപ്പൻ തിന്നുന്നത് ഇച്ചിരി വേണ്ട, വേറെ ഏതെങ്കിലും ഉണ്ണിയപ്പം തിന്നുന്നത് അതിൽ കറുമുറ ശബ്ദം ഉണ്ടായാൽ മതി. അല്ല, ചുരുക്കം പറഞ്ഞാൽ എലിക്ക് പൂച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അച്ചപ്പാണത്. കുഴപ്പമില്ല. എന്തായാലും ജഡ്ജസ് പറഞ്ഞതുപോലെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഹ്യൂമർ ആഡ് ചെയ്ത് നെക്സ്റ്റ് ടൈം വരും. പക്ഷെ ഒരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മാർക്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അറിയാം. താങ്ക് യു. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ കാട്ടുകട. ഞാൻ കാട്ടുകട എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമപ്രദേശത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണാറുള്ളൊരു സ്ഥിര സാന്നിധ്യമാണ് പാര വെക്കുന്ന അമ്മായിമാര്, പരദൂഷണം പറയുന്ന അമ്മാവന്മാര്. ഞങ്ങളുടെ നാട്ടിലും ഒരു അമ്മായി ഉണ്ട്. പക്ഷെ പാരയും പരദൂഷണമൊന്നുമല്ല, ഇവർ പ്രാക്കാണ്. ഇവരെന്ത് പറഞ്ഞാലും അച്ചട്ടാണ്. കാരണം ഇപ്പൊ എൻ്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ വീട്ടിലെ തെങ്ങ് കൊള്ളാലാണെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ദിവാകരൻ ചേട്ടൻ്റെ വീട്ടിലെ തെങ്ങ് വരെ മണ്ടരി കയറിപ്പോകും. അമ്മാതിരി നാക്കാണ് ഇവർക്ക്. ചേട്ടാ, 7 വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ ഞാനാണ്. എനിക്ക് ആകെ ഫോളോവേഴ്സ് ഉള്ളത് 70 പേരാണ്. 7 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാം എടുത്ത ഈ അമ്മായിക്ക് 700K ഫോളോവേഴ്സ് ഉണ്ട്. കാര്യം അറിയാനായിട്ട് ഇപ്പൊ ഇതെന്താണ് സംഭവം എന്നറിയാൻ ഞാൻ അമ്മയുടെ വീട്ടിൽ ചെന്ന് അമ്മയുടെ ഫോൺ എടുത്ത് നോക്കി. DP ഇട്ടിരിക്കണതേ നമ്മുടെ ഐശ്വര്യ റായുടെ കണ്ണില്ലേ, അതാണ് DP ഇട്ടിരിക്കണത്. പിന്നെ ഞാൻ പ്രൊഫൈലിൽ നിന്ന് നോക്കി, ഹൈക്കില്ലർ വർഷ 007 ഡ്യൂക്ക് അടിച്ച്. അമ്മയുടെ പേര് തങ്കമണി P എന്നാണ് കേട്ടാ. പിന്നെ ഞാൻ എടുത്ത് നോക്കി നമ്മുടെ മെസ്സേജാണ്. 2 മാസത്തെ പെൻഷൻ കാശ് പെൻഡിങ് കിടക്കണ പോലെയാണ് മെസ്സേജ് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കണം. അതും ഹായ്, ഹൗ ആർ യു, സുഖമാണോ, വീട്ടിലാരൊക്കെ ഉണ്ട്. ഇതറിയാനായിട്ട് ലാസ്റ്റ് ഞാൻ സ്റ്റോറിയിലൊക്കെ ഒന്ന് കയറി നോക്കി. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ചാറ്റിങ് 250 രൂപ, കോളിങ് 150 രൂപ, വീഡിയോ കോള് നില്ല്. അപ്പൊ ഞാൻ അമ്മായിയോട് ചോദിച്ചു, അമ്മായി ഈ വീഡിയോ കോൾ എന്താണ് നില്ലെന്നിട്ടിരിക്കണം? അതൊന്നും ഇല്ലടാ, പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോളോവേഴ്സ് കുറയത്തില്ലെന്ന്. ഈ വീഡിയോ കോളിനകത്ത് ഫിൽട്ടർ ഇട്ട് ചെയ്യാനുള്ള ഒരു പുതിയ സംവിധാനം ഉണ്ടായെന്ന് ഈ അമ്മായിക്ക് അറിയാൻ മേല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ വീഡിയോ കോൾ അവൈലബിൾ എന്നും കൂടെ അമ്മായി ഒരു പോസ്റ്റ് ഇട്ടേനെ. അമ്മായിനെ കുറിച്ച് പറയുമ്പോൾ അമ്മായിക്ക് 2 മക്കളാണുള്ളത് കേട്ടോ. മൂത്തവന്റെ പേര് രാജു, രണ്ടാമത്തവന്റെ പേര് ബിനു. മൂത്തവൻ ഒരു പെങ്കൊച്ചിനെ സ്നേഹിച്ച് വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നു. അപ്പൊ ഈ നിലവിളക്കുമായിട്ട് സ്വീകരിക്കാൻ നിന്നത് ഈ അമ്മായിയാണ്. ഈ നിലവിളക്കുമായിട്ട് നിൽക്കുകയും ഈ കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ട അമ്മായി പറഞ്ഞു, നല്ല പൂവമ്പഴം പോലത്തെ കൊച്ചാണല്ലോടി നീ. പറഞ്ഞു തീരേണ്ട താമസം ഇന്നലെ മേടിച്ച പുതിയ ഫാൻ്റെ ഒരു ലീഫ് ഇളകി കൊച്ചിന്റെ കവളത്ത് തലോടി ഒരു ഒറ്റ പോക്ക. ഈ 6-ാം തമ്പുരാൻ സിനിമ കണ്ടിട്ടില്ലേ, അതിന് നെപ്പോളിയന്റെ വെട്ട് കൊണ്ട മോഹൻലാലിന്റെ അവസ്ഥയാണ് ഈ പെങ്കൊച്ചിന്റെ കവളത്ത്. ഇവിടെ നീട്ടത്തിലൊരു വെട്ടിന്റെ പാടും 8 സ്റ്റിച്ചും. പിന്നെ രണ്ടാമത്തൊരു മകനുണ്ട്, ഇവൻ ഇരട്ടപ്പിള്ളേരാ. ഇവന്റെ എപ്പോഴത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ പിള്ളേർ എപ്പോഴും ഒന്നായി കാണണം, ഒന്നായി നടക്കണം, ഒന്നായി ഇരിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ്.
ഇത് കണ്ടിട്ട് ഈ അമ്മായി അപ്പുറത്തെ പെട്ടിക്കടയിൽ പോയിട്ട് 2 ബണ്ടിൽ ഫെവിക്കും മേടിച്ച് പിള്ളേരെ ഒട്ടിക്കാൻ നടക്കുമായിരുന്നു. ആ പുള്ളിക്കാരൻ കണ്ടതുകൊണ്ട് പിള്ളേർ രക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ള കുരുത്തക്കേടുകളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മായിനെ ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം ഞാൻ ടൗണിൽ കൂടെ പോകുമ്പോൾ ദേ റോഡിൽ നിൽക്കണ ഈ അമ്മായി. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മായി എവിടെ പോണ്? എടാ ഞാനൊന്ന് മൃഗാശുപത്രി വരെ പോകേടാ. അതെന്തിനാണ് അമ്മായി മൃഗാശുപത്രി പോണത്? നിങ്ങളുടെ വീട്ടിൽ പട്ടിയും പൂച്ചയൊന്നും ഇല്ലല്ലോ. അല്ല അതുകൊണ്ടല്ലേടാ, സർക്കാർ ആശുപത്രിയിലെ മരുന്നൊക്കെ കഴിച്ച് ഞാൻ മടുത്ത്, ഇനി മൃഗാശുപത്രിയിലെ മരുന്നൊന്ന് ട്രൈ ചെയ്യാനാ. നീ എന്നെ ഒന്ന് അങ്ങോട്ടൊന്ന് കൊണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ഈ അമ്മായിനെയും ബൈക്കിൽ വെച്ച് നേരെ പോവുക. അപ്പൊ എന്റെ ഓടിക്കലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടേ ഈ അമ്മായി പറയാ, എടാ നിന്റെ ഓടിക്കൽ നല്ല സൂപ്പറാണ് കേട്ടാ. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഒന്നെങ്കിൽ ഫ്രണ്ട് പൊക്കിക്കൊണ്ട് ഓടിക്കും, അല്ലെങ്കിൽ ബാക്ക് പൊക്കിക്കൊണ്ട് ഓടിക്കും. നീ കറക്റ്റ് വേവ് ലെങ്തിലാണ് പോണത്. അമ്മായിയുടെ നാക്കല്ലേ ഫ്രണ്ടിലത്തെ കട്ടറി വീണ്ടും ഞാൻ റോഡിന്റെ നടുക്കും, അമ്മായി അപ്പുറത്തെ പാടത്തും. ഈ പാടത്ത് നീ ആമ തലവെക്കണ പോലെ തലവെക്കിട്ട് ഈ തള്ള പറയണേ. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചതേ നിന്റെ മേത്ത് വല്ല പെട്ടിവണ്ടിയും കയറി കാണുന്നു. തള്ളയുടെ നാക്കല്ലേ പുറകെ വന്ന പെട്ടിവണ്ടി എന്റെ 2 കാലിലും കൂടെ ഏട്ട കയറിപ്പോയത്. അന്ന് അവര് ടിപ്പറങ്ങാനായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കൺസെപ്റ്റ് ടൈമിൽ എനിക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. അമ്മായിനെ കുറിച്ച് പറയുമ്പോൾ അമ്മായിയുടെ കൊച്ചുമാനെ കുറിച്ചും പറയണം. ഇവന്റെ പേര് ബൂച്ചിട്ടേന്നാണ്, കേട്ടില്ലേ? പക്ഷെ ഇവന്റെ പേര് ജിഷ്ണുബാബു TC എന്നാ. പണ്ട് സച്ചിന്റെ ഒരു പരസ്യമുണ്ട്, ബൂസ്റ്റിന്റെ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇത് ഇവൻ പറഞ്ഞു വന്നപ്പോ ബൂച്ചിട്ട ചീക്കട്ട മാഞ്ചിയം അങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണ് ഇവനെ ബൂച്ചിട്ട എന്ന് വിളിക്കണം. ഇവനൊരു സൈക്കോടാണ് കേട്ടാ. ഇവന് അലങ്കാര മത്സ്യങ്ങളുടെ ഒരു ബിസിനസ് ഉണ്ട്. അപ്പൊ ഇവന്റെ അടുത്തുനിന്ന് ഈ വാങ്ങിച്ചവര് തന്നെയും പിന്നെയും വന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് പോവുക. അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, എടാ നിന്റെ അടുത്ത് എന്താണ് ഈ വാങ്ങിച്ചവര് തന്നെയും പിന്നെയും വന്ന് വാങ്ങിക്കണത്? പ്രവീൺജി ബിസിനസ് ആണ്, നിങ്ങളായതുകൊണ്ട് പറഞ്ഞു തരാം. അത് എന്ത് ബിസിനസ്സാണ് അത് പറ. ഞാൻ ഈ മീൻ കൊടുക്കാൻ നേരത്തെ തലക്കെട്ടൊരു ഞെക്ക് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവന്മാർ കൊണ്ട് പുതിയ അക്കോരത്തി ഇടും, 10 സെക്കൻഡ് കഴിയുമ്പോൾ മീൻ ചത്തുപോകും. അപ്പൊ ഇവന്മാരോർക്കും വെള്ളത്തിന്റെ കുഴപ്പമാണെന്ന്. ഇവന്മാർ പിന്നെയും വരും, മീൻ മേടിച്ചിട്ട് പോകുമ്പോൾ ഇവൻ ഞെക്ക് കൊടുത്തു വിടും, 10 സെക്കൻഡ് കഴിയുമ്പോൾ ചത്തുപോകും. ഇത് ബിസിനസ് ആണ്, നിങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കരുതെന്ന്. പിന്നെ ഞങ്ങൾ ഈ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയി, നല്ല വൈബാണ്. അപ്പൊ കളിയൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് വരുമ്പോൾ എനിക്കൊരു ആഗ്രഹം കരിക്ക് കഴിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ എനിക്കൊരു കരിക്കും വെള്ളം കുടിക്കണമെന്നുണ്ട്, എനിക്കൊരു കരിക്കിട്ട് തരുവാന്ന്. അപ്പൊ ഇവൻ പറയാണ്, എന്റെ പൊന്നു പ്രവീൺജി നിങ്ങൾക്ക് അറിയാമല്ല, എനിക്ക് തെങ്ങേ കയറാനൊന്നും അറിയാൻ മേല, ഇല്ലെങ്കിൽ ഞാൻ ഇട്ട് തരത്തില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ എനിക്കിതിൽ കരിക്ക് ഏതാണ് തേങ്ങ ഏതാണെന്ന് അറിയാൻ മേല, അതുകൊണ്ടാണ്. ഇത് അറിയാമായിരുന്നെങ്കിൽ ഞാൻ കയറിയിട്ടേന്. പറഞ്ഞു തീരേണ്ട ദിവസം ഈ പകയെ നേരെ മണ്ടേ കയറിയിട്ട് ഇത് കരിക്ക് ഇത് തേങ്ങ ഇറങ്ങി വന്നിട്ട് പറയണേ, എനിക്ക് ഒന്നും തോന്നരുത്, എനിക്ക് തെങ്ങേ കയറാൻ അറിയാൻ മേലഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇട്ട് തന്നേനെ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇവന് കാർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവന്റെ അച്ഛൻ ഇവനെ കാർ ഓടിക്കാൻ വേണ്ടി ചേർത്ത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കാല് വലിയ പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ ഞൊണ്ടി വരിക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയേട്ടാ? ഒന്നും പറയണ്ടടാ, ജിഷ്ണുബാബു TC ഒന്ന് കാർ ഓടിക്കാൻ പഠിച്ചതാണെന്ന്. അല്ല അതിന് ചേട്ടന്റെ കാലിന് എന്താ ഇങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് നടക്കണം? എടാ ഇവൻ കിടക്കപ്പായ കിടന്ന് ഗിയർ ചെയ്യുകയും ചെയ്യണത് എന്റെ വലത്തെ കാല് വെച്ചാണെന്ന്. 4ാമത്തെ ഗിയർ ഇട്ടതാ, 2 എടുത്താ പൊട്ടലി. അന്നേരം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇവനെങ്ങാനും ഹാൻഡ് ബ്രേക്ക് പിടിച്ചിരുന്ന എൻ്റെ ഒരു അവസ്ഥ നീ ഒന്ന് ആലോചിക്കണം. പിന്നെ അടുത്ത വേറൊരു കാര്യം കൊണ്ട് ഇവൻ സൈക്കോ ആണെന്ന് പറയാനുള്ള കാരണം, ഇവനെ പത്രത്തിലൊരു പരസ്യം കണ്ട് പൊറോട്ട തൊണ്ടേ കുടുങ്ങിയ ഒരു യുവാവ് മരിച്ചെന്ന്. ഇത് കേട്ട ഇവൻ പൊറോട്ടയുടെ 4 ചുറ്റിനും മറ്റേ നൂല് കെട്ടിയിട്ടാ ഇപ്പൊ പൊറോട്ട കഴിക്കണം. ചോദിച്ചപ്പോൾ പറയണേ, തൊണ്ടേ കുടുങ്ങി കഴിഞ്ഞ് ഇങ്ങനെ വലിച്ചെടുക്കാല്ലാന്ന്. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഇവന്റെ കൈയൊന്ന് തെറ്റി കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സിന് ഒരു കോള് പോയി. ഫയർഫോഴ്സുകാർ വരുമെന്ന് പേടിച്ചിട്ട് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് തിണ്ണേ കുത്തിയിരുന്നവന്റെ ഒരു അമ്മുമ്മേനെ എടുത്ത് ഇവൻ കിണറ്റിയിട്ട്. പിന്നെ ഫയർഫോഴ്സുകാർ വന്ന് പൂരമീനൊക്കെ ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കില്ല കേട്ടാ. അതുപോലെയാണ് ഈ അമ്മച്ചിനെ എടുത്ത് കരക്ക് വെച്ചത്. അതും പോട്ടേന്ന് വെക്കാം. ഇവൻ പുതിയൊരു ഐഫോൺ മേടിച്ച്. ഈ ഐഫോൺ മേടിച്ചിട്ട് ഇവൻ 2 നില കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ഐഫോൺ എടുത്ത് താഴെയിട്ടിരിക്കുക. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയണേ, എയറോപ്ലെയിൻ മോഡിട്ട് ഫോൺ താഴെയിട്ടാ ഫോൺ നിന്ന് പറക്കുമെന്ന് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. ഇതെല്ലാം സഹിക്കാം. ഈ സസ്യങ്ങളും മരങ്ങളും നമുക്ക് എന്താ തന്നെ ഓക്സിജൻ. ഇത് കേട്ട ഇവൻ ശ്വാസം മുട്ടലായിട്ട് കാരണം ഇവന്റെ അപ്പൂപ്പന്റെ മൂക്കിലും വായിലും 2 കൊട്ട പുല്ല കുത്തിക്കയറ്റി വെച്ചത്. ഇപ്പൊ ഇവന്റെ അപ്പൂപ്പൻ ഹോസ്പിറ്റലിലും ഇവനങ്ങ് പ്രാന്താശുപത്രിയില്ല. ഇവൻ വന്നിട്ട് വേണം അടുത്തൊരു കണ്ടന്റുമായിട്ട് എനിക്ക് ഇവിടെ വരാൻ. താങ്ക് യു. Once upon a time, once upon a time, once upon a time, once upon a time. പ്രവീൺ നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെ പോകുന്നു റിസോർട്ടിൽ ജോലിയൊക്കെ? സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഗസ്റ്റിനെയൊക്കെ എന്റർടൈൻ ചെയ്യാനായിട്ട് ഇടയ്ക്ക് സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യാറുണ്ടോ? അതിനുള്ള അവസരം എനിക്ക് അവർ തന്നിട്ടില്ല. അറിയില്ല അവർക്ക്. അല്ല അവിടുത്തെ സാറന്മാർക്കൊക്കെ അറിയാം. പിന്നെ എനിക്ക് ഇവിടെ പ്രോഗ്രാമിനൊക്കെ വരാനുള്ള അവസരങ്ങൾ തന്നെ ഉണ്ട്. ഞാൻ അവിടെ സ്റ്റാൻഡപ്പ് അങ്ങനെ ചെയ്തില്ല. ഓക്കെ ചേട്ടാ. പ്രവീണ വളരെ നന്നായിരുന്നു, നല്ല പ്രകടനമായിരുന്നു കേട്ടോ. പ്രവീൺ ഒരുപാട് തമാശകൾ പറഞ്ഞു, അതിലെല്ലാം അത്യാവശ്യം നല്ല തമാശകളായിരുന്നു. പ്രവീണിന്റെ ഒരു തൂക്കവും അളവും
അതിന്റെ ഒരു അതിന്റെ നമ്മൾ വിൽക്കുക എന്ന് പറയല്ലോ, അതെല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റി. വളരെ കുറച്ച് കാര്യങ്ങൾ. ഒന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, അമ്മൂമ്മ പ്രാക്കാണല്ലോ പരിപാടി. ആ അപ്പൊ ഈ വന്ന് വീണ ഉടനെ എന്താ പറഞ്ഞ നിന്റെ കാലില് വേറെ വണ്ടി വന്ന് ആ പറയോ? അത് പറഞ്ഞാന്ന് വെച്ചാല് ഈ വണ്ടിയെന്ന് വീണിട്ട് അമ്മാമ്മ പാടത്തും ഞാൻ റോഡിന്റെ നടുക്കുക. അപ്പൊ ഈ ആമ തലവെക്കണ പോലെ തലവെക്കി നോക്കിയിട്ട് പറയണേ, ഞാൻ വിചാരിച്ചത് നിന്റെ മേത്ത് വല്ല പെട്ടിവണ്ടിയും കയറിയെന്നാ നിനക്ക്. അതെ. അപ്പോ ഞാൻ വിചാരിച്ചത് നിന്റെ മേത്ത് വല്ല പെട്ടുവണ്ടിയും കയറി കഴിഞ്ഞതും പെട്ടിവണ്ടി കയറുന്നത്. ശരിക്കും പ്രാക്കുകാരുടെ എങ്ങനെ അറിയോ? ഓ നിനക്ക് ഭയങ്കര ഭാഗ്യമാടാ, നിന്റെ കാലെ പെട്ടിവണ്ടി ഒന്നും കേറിയില്ലല്ലോ എന്ന് പറഞ്ഞു വായെടുത്തതും പെട്ടിവണ്ടി കയറി. അതാണ് പ്രാക്കിന്റെ റൂട്ട്. ഞാൻ ഒരു ആവശ്യമില്ലാതെ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് പറ്റേ പോലെ പറഞ്ഞാലും ആ വിറ്റ് വർക്കൗട്ട് ആയിരുന്നു. ഞാൻ ഈ ഇവരുടെ സ്വഭാവം അതായിരുന്നു പറഞ്ഞു. ഇവര് തെങ്ങ് നല്ലതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ തെങ്ങ് പോലും പോകും. റിവേഴ്സാണ് സംഭവിക്കുന്നത്. ഇത് കേറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കേറി എന്നാണ് പറഞ്ഞത്. പിന്നെ കൃഷ്ണപ്രഭ ഒരു കാര്യം കണ്ടുപിടിച്ചത്, താൻ പറഞ്ഞല്ലോ നെപ്പോളിയൻ മോഹൻലാലിന്റെ കവളത്ത് വെട്ടിയതുപോലെ 6-ാം തമ്പുരാനിലെ പോലെ എന്ന്. അത് ദേവാസുരം ആ സിനിമ. അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അത് രണ്ട് ചുമ്മാതാ. ദേവാസുരമാണ് കേട്ടോ. വേറെ എല്ലാം വളരെ ഗംഭീരമാണ്. സൂപ്പർ പ്രകടനമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരണം. താനിങ്ങനെ ഒരു സീസണിൽ വന്നിട്ട് മുങ്ങിയിട്ട് കുറേ നാൾ കഴിയുമ്പോ എന്തെങ്കിലും വരേണ്ട ഒരാളല്ല. കാരണം ഞാൻ ലീവ് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ടാ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം. കാരണം ഇതെന്റെ ഫസ്റ്റ് ഫ്ലോർ ഇതാണ്. ഇവിടുന്നാണ് പിന്നെ എനിക്കൊരു പേര് കിട്ടിയത് ഇവിടുന്ന്. അതുകൊണ്ട് എനിക്ക് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഇനി ഉറപ്പായിട്ടും. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ഇടയ്ക്ക് ഇവിടെ വിളിച്ചു ചോദിക്കണം അടുത്ത ഷെഡ്യൂൾ എപ്പോഴാന്നൊക്കെ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഷൂട്ടിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ഞങ്ങളത് ചെയ്തു തരും. എന്നിട്ട് വരാൻ നോക്കും കേട്ടോ. ഓക്കെ, സൂപ്പർ. പ്രവീൺ, അടിപൊളി. ഞാൻ ആദ്യം ആ 6-ാം തമ്പുരാൻ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ദേവാസുരം അല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അതാണ് ഈ പറഞ്ഞത് കേട്ടോ. തെറ്റിപ്പോയതാ. അല്ല സാരമില്ല, അത് കുഴപ്പമില്ല. നമുക്ക് അത് മനസ്സിലാക്കാം, കുഴപ്പമില്ല. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാ ഓരോ പോയിന്റും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ് ഒരു കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം. കാരണം ചിലർ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. ചിലപ്പോൾ ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ള പോലെ ക്ലാരിറ്റി നമുക്ക് ചിലപ്പോൾ കിട്ടാറില്ല. പക്ഷെ ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നു. പിന്നെ പെട്ടെന്ന് ആ അക്യൂറത്തിലെ മീനിന്റെ കാര്യം നോക്കിയപ്പോഴാണ്. അല്ല, നടന്ന സംഭവം. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഇവന്റെ സ്ഥിരം പരിപാടി ഇത്. അതല്ലേ? ആ എനിക്ക് അക്യൂറത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു കൃഷ്ണപ്രഭയ്ക്ക്. ഈ തലക്ക് ഞെക്കി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉള്ളു. ചെറുതായിട്ടൊന്നും ഇവിടുത്തെ ഉടനെ ഒന്നും ചായല്ലോ. 2 ദിവസം കഴിയുമ്പോ മീൻ്റെ ഇടപാട് തിന്നൂല. അവിടെ കൊണ്ടുപോയിട്ട് പിള്ളേരെ ചെറിയ കുട്ടികളാ വന്ന് വാങ്ങിക്കണതേ. അപ്പൊ ഇവൻ നെക്കിട്ട് കൊടുക്കും. അപ്പൊ അവിടെ കൊണ്ടുവരുമ്പോ ചത്തു. ഒന്ന് ഞെരടിയിട്ട് കൊടുത്താൽ തിന്നൂല, ഭക്ഷണം കഴിക്കൂല. പിന്നെ 2 ദിവസം കഷ്ടമുണ്ടാ. എനിക്ക് ആ അനുഭവം ഉണ്ട്. കാരണം അപ്പൊ ഇപ്പഴാണ് അതിന്റെ കുട്ടൻസ് എനിക്ക് പിടികിട്ടിയത്. എങ്ങനെ ഞെക്കി ഇട്ടിട്ട് കൊടുക്കുമ്പോൾ ചെറിയ നെറ്റ് വെച്ച് പിടിച്ചിട്ട് നേരിട്ട് അതിനകത്തേക്ക് ഇടുക. എന്നാലും ചിലരൊരു ഞെക്ക് കൊടുക്കും പോക്കെ പോണ പോക്കന്. എന്തല്ലേ? അതെ. പിന്നെ അതുപോലെ പിഷു, ഈ കണ്ണില് വിശ്വാസം ഉണ്ടോ? ഇതുപോലെ ഈ കരിങ്കണ്ണൻ മത്തായി നമ്മളെ രസതന്ത്രം സിനിമയില് ഇന്നസെന്റുകൾ ചെയ്ത ക്യാരക്ടറാണ്. എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊരു വിശ്വാസം ഇല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഷാറൂഖ് ഖാനൊക്കെ എന്നേ ഫീൽഡ് ഔട്ട് ആയി പോകണ്ട. എന്തോ ഓരോ പേര് കണ്ടു വെക്കുന്നുണ്ട് ഇവരെല്ലാം. ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചില്ല. നമ്മള് കുറച്ച് നമ്മളെ പറ്റി കുറെ പേര് മോശം വിചാരിക്കും, മോശം പറയുമെങ്കിലും വേറെ കുറെ പേര് നല്ലത് പറയാൻ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നല്ലത് നമ്മൾ ചെയ്യണം. ആർക്കെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ പറ്റുന്ന പോലെ ചില നല്ലതുകൾ ചെയ്യുകയാണെങ്കിൽ അത് ബാലൻസ്ഡായി പോവാൻ വേണമെങ്കിൽ അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ വിശാരടി, എൻ്റെ ബിസിനസ് ഇങ്ങനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ തോന്നിട്ട് പറഞ്ഞു, നിന്റെ അച്ചപ്പം നല്ല അടിപൊളി സൂപ്പറാന്ന് പറഞ്ഞാൽ അന്ന് പോലും താഴത്തേക്ക് പോകുന്നതാ. അല്ല, ഞാനും ഇപ്പൊ പിഷു പറഞ്ഞ പോലെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഇതൊരു കഥയൊക്കെ ആയിട്ട് പറയുമ്പോൾ നമുക്കൊരു കോമിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും അല്ലേ ഈ ഇതുപോലെ കരിങ്കണ്ണം. പ്രത്യേകിച്ചും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രസതന്ത്രത്തിലെ ഇന്നസെന്റുകൾ ചെയ്ത ക്യാരക്ടറാണ് ഈ കരിങ്കണ്ണൻ മത്തായി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഒക്കെ വരുമ്പോ ഇതിപ്പോ മത്തായി പറഞ്ഞ പോലെ ആയി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. അപ്പൊ ഞാനിതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും നല്ല നല്ല ടോപ്പിക് ആയിരുന്നു. പ്രവീൺ, ഒരു ബയോഡാറ്റ തയ്യാറാക്കി എനിക്ക് തരണം കേട്ടോ. ബയോഡാറ്റ വേണം. ഞാൻ സെയിൽസിൽ എടുത്തിരിക്കുന്നു. നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ സെയിൽസിൽ എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട്. ഇപ്പം ഇനി മലപ്പുറത്ത് വേണമെങ്കിൽ ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് അപ്പോയിൻമെന്റ് ചെയ്യാം. അത് മാത്രമല്ല, ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈ അച്ചപ്പത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പച്ചൻ ചേട്ടന്റെ അച്ചപ്പം എന്ന് പറഞ്ഞിട്ട് ഇത് അച്ചപ്പത്തിന്റെ അപഭ്രംശം എന്നൂടി പറയാം. ഓക്കെ, നല്ല സൂപ്പറായി. ജോലിക്ക് അങ്ങനെ ഓഫർ ചെയ്യും, പക്ഷെ ആലോചിച്ചും കണ്ട് തീരുമാനം എടുത്താൽ മതി കേട്ടോ. എനിവേ, പെർഫോമൻസ് വീണ്ടും അടിപൊളിയായിരുന്നു. നമുക്ക് മാർക്സ് അറിയുന്നവരേക്കും ഓൾ ദി ബെസ്റ്റ്. അല്ല ഡയാന, എന്റെ ബ്രാൻഡ് അംബാസഡർ ആണോ അതെ ബാഡ് അംബാസഡർ ആണോ?
അല്ല എന്റെ പ്രൊഡക്റ്റിനെ എപ്പോഴും ഇങ്ങനെ ഞാൻ ഡീപ്രൊമോട്ട് തന്നെയാണോ ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ തന്നെയാണോ അല്ല അത് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എപ്പോഴും അതെ എന്റെ പ്രൊഡക്റ്റിനെ ഇങ്ങനെ ഡീപ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്റെ അച്ചപ്പത്തിനെ ബ്രാൻഡ് ചെയ്യാനായിട്ട് ദീപിക പതക്കോണ് അല്ലെങ്കിൽ നയൻതാരനൊക്കെ വിളിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, ഒരു ഭാവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അല്ല വാങ്ങിച്ചോട്ടോ. എൻ്റെ വേറൊരു കൂട്ടുകാരൻ മീമിക്രി കൂട്ടുകാരനാ. പുള്ളി ഒരു ദിവസം അമ്മായിയുടെ വീട്ടിൽ ചെന്നിട്ട് അമ്മായിയുടെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ജനലിൽ കൂടെ നോക്കി കഴിയുമ്പോൾ ഈ മുരിങ്ങാക്കോലിങ്ങനെ വളർന്നു കിടക്കുക. ഓ അമ്മായി, മുരിങ്ങാക്കോലിപ്പോ കൊമ്പൊടിയണ മാതിരി ആയല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ കണ്ണു പറഞ്ഞപ്പോൾ അമ്മായി മുരിങ്ങാക്കോല് മുഴുവൻ പറക്കിയെടുത്തോണ്ടിരിക്കുക. രാത്രി ഒടിഞ്ഞുപോയി. ആ കൂട്ടുകാരനെനിക്ക് ഈ രമേശ് പിഷാരടി കാറെടുത്ത് കഴിയുമ്പോൾ നമ്പർ എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കൂട്ടിയിട്ട് നമ്പർ പറയുമ്പോൾ ഓ അവസാനം 8 ആണല്ലോ, അപ്പോൾ 8 മുട്ടും തട്ടും മുട്ടും ആയിരിക്കും എന്ന് പറഞ്ഞു. വെറുതെ നിർത്തിയിട്ടിരുന്ന വണ്ടിയുടെ പുറയിൽ വന്നിട്ട് വേറെ വണ്ടി എടുത്തിട്ട് പോയി. നടന്ന കാര്യം കൃത്യം പറഞ്ഞതുമാണ് നടന്നതുമാണ് ആ കാര്യം. അപ്പൊ കണ്ണ് എന്ന് പറയുന്ന സംഭവം നടക്കും. കാരണം നമ്മൾ ഈ റിമോട്ടിനകത്ത് വയറൊന്നുമില്ലല്ലോ. നമ്മൾ വെറുതെ ഇങ്ങനെ ഞെക്കുമ്പോഴല്ലേ TV വർക്ക് ചെയ്യുന്നത്. അപ്പൊ തരംഗങ്ങളല്ലേ പോകുന്നത്. ഇതുപോലെ തന്നെ കണ്ണിൽ നിന്ന് തരംഗങ്ങൾ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്റെ അച്ചപ്പം ഡൗൺ ആയി പോയ കാര്യം പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ പൊക്കി എടുത്തോണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കൽപ്പന്റെയും കാന്താരയുടെയും പെർഫോമൻസിൽ കഴിഞ്ഞിരിക്കുന്നു. ഇവരിൽ ആരാണ് ദ ബെസ്റ്റ് പെർഫോമർ അറിയാം? രമേശേട്ടാ. കാന്താരി ഋതുവിന് ഇന്നത്തെ പെർഫോമൻസിന് 50-ൽ 44. ഋതുവിന് 45. അപ്പൊ ടോട്ടൽ 89 ഔട്ട് ഓഫ് 100. ഇനി പ്രവീൺ അവാർഡ്സ്. രമേശേട്ടാ. കലിപ്പന് 50-ൽ 47. 47 ഔട്ട് ഓഫ് 50. കലിപ്പന് ഞാൻ 48 മാർക്ക് തരുന്നു. അപ്പൊ ടോട്ടൽ 95 ഔട്ട് ഓഫ് 100. ദാറ്റ് മീൻസ് ഇന്നത്തെ മത്സരത്തിലെ ബെസ്റ്റ് പെർഫോമർ നമ്മുടെ കലിപ്പൻ പ്രവീൺ കാട്ടുകട. കൺഗ്രാറ്റ്സ്. രമേശേട്ടാ. കൃഷ്ണ പ്ലീസ്. അല്ല അപ്പൊ എന്നെ വിളിക്കുന്നില്ലേ, അച്ചപ്പം കൊടുക്കണ്ടേ? അല്ല ചേട്ടാ ശരിയാക്കാം. നിങ്ങൾ കുറച്ചു നേരം കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോട്ടെ. തണുത്തു പോവും, ചൂടാക്കി കൊണ്ടുവന്നതാ. Once upon a time, കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. കലിപ്പനും കാന്താരിയും വീണ്ടും കാണാം. Until then, bye. അതെ അടുത്ത ഷൂട്ട് എന്നാ തുടങ്ങണേ? ഞാൻ നിക്കണോ അതേ പോണോ?